ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ NDAക്ക് 100 സീറ്റ് കിട്ടുമെന്ന് പ്രസവിച്ച് നടക്കുകയാണ്. മകൻ പൂഞ്ഞാറിൽ PC ജോർജിന് വേണ്ടിയും പാലായിൽ ഷോൺ ജോർജിന് വേണ്ടിയും പാലായിൽ ജോസ് കെ മാണി വോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, LDF നോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ശാഖാ സെക്രട്ടറി പ്രസിഡന്റുമാർക്ക് 50,000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ ഈ പണം കൊടുത്തതുകൊണ്ട് വല്ലതും അതൊരു ഡീലാണല്ലോ. ഇപ്പൊ LDFന്റെ കൂടെയാണല്ലോ ജോസ് കെ മാണി. 2021 വന്നപ്പോൾ BDJS അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അതൊരു ഡീലാണ്. ഒരു 2 കിലോമീറ്റർ ചുറ്റളവ് ഒരുപാട് പുതിയ ബാറുകൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയപ്പെടുന്നത് വാസവ സാറിനകത്ത് ഷെയർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മളതിന് ഷെയറോ ബാറുകളും വികസനത്തിന്റെ ഒരു ഭാഗമാണല്ലോ. ഇന്ന് ഏറ്റവും വലിയ സമ്പന്നര് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. ആലോചിച്ച് അവർ നടക്കുന്ന വാഹനങ്ങൾ, അവരുപയോഗിക്കുന്ന ഡ്രസ്സുകൾ. പിണറായി സർക്കാർ വന്നതിന് ശേഷം 2016 ഓൺവേർഡ്സ് നിങ്ങളൊരു പരിശോധന നടത്തിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ LDF അല്ലാതെ മറ്റാരുണ്ട് ഇവിടെ? ആ ചോദ്യത്തിൽ പോലും ഒരു അഹങ്കാരത്തിൻ്റെ കളറുണ്ട്. I am telling from my experience because I have studied about all these things. പൊൻകുടം പൊട്ടി താമര വാടി. അപ്പോഴേ വെള്ളാപ്പള്ളി നടേശൻ സാർ പിണറായി വിജയൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നു. വാസവൻ അന്ന് പണിതു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇത്തവണ വാസവന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? വളരെ ദയനീയമായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ വികാരം. ഇവിടെ ഒന്നും സമത്വമായിട്ടല്ല പോകുന്ന കാര്യങ്ങൾ. ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. ഇന്ന് നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ സാറാണുള്ളത്. സാർ നമസ്തേ. സാറ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിരിക്കുന്നൊരു സാഹചര്യമാണ്. വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡീല് BJP LDF ഡീല് വലിയ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ആണ് ഉന്നയിക്കുന്നത്, UDF ആണ് ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ LDFും BJPയുമായിട്ടൊരു ഡീല് നടക്കുന്നുണ്ടോ? അങ്ങനെ എനിക്ക് കേരളം ആകമാനം ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഞാൻ പാലായിൽ മീനച്ചിൽ SNDP യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു 10-17 വർഷം. പാലായിലും ഈ ഡീൽ ഉന്നയിക്കുന്നുണ്ട്? ഉണ്ട്. പാലായിലുള്ള ഡീലിൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമുള്ള കാര്യമാണ്, എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ NDAക്ക് 100 സീറ്റ് കിട്ടുമെന്ന് പ്രസവിച്ച് നടക്കുകയാണ്. മകൻ പൂഞ്ഞാറിൽ PC ജോർജിന് വേണ്ടിയും പാലായിൽ ഷോൺ ജോർജിന് വേണ്ടിയും BDJSൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും NDAയുടെ കൺവീനർ എന്ന നിലയിലും അദ്ദേഹം പ്രചാരണത്തിലാണ്. എന്നാലും ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് കിട്ടിയ വിവരം എന്ന് വെച്ചാൽ പാലായിലെ SNDP ബ്രാഞ്ചുകൾ 18 ബ്രാഞ്ചുകൾ പാലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലുണ്ട്. മീനച്ചിൽ SNDP യൂണിയൻ്റെ കീഴിലുള്ള. അതുപോലെ പൂഞ്ഞാറിൽ കുറേ ബ്രാഞ്ചുകളുണ്ട്. പിന്നെ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ കുറച്ച് ബ്രാഞ്ചുകളുണ്ട്. ഇതാണ് പാലാ SNDP യൂണിയൻ്റെ. അതെനിക്ക് വ്യക്തമായ അറിവ് കിട്ടിയത് ഈ പാലായിൽ ജോസ് കെ മാണി വോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, LDF നോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ശാഖാ സെക്രട്ടറി പ്രസിഡന്റുമാർക്ക് 50,000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ. അത് കൊടുക്കുന്നത് ആരെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ കൂടെ ഡ്രൈവറായിട്ട് കാണുന്നൊരു പയ്യനുണ്ട്, അനീഷ് പുല്ലു വരുന്നുണ്ട്. അതിൽ വഴിയെ വന്നപ്പോൾ പിടിച്ച് ഞാൻ ആദ്യം എൻ്റെ യൂണിയൻ്റെ സൈബർ സേനയുടെ യൂണിയൻ പ്രസിഡന്റാക്കി, പിന്നെ ജില്ലാ ചെയർമാനാക്കി. പിന്നെ കോട്ടയത്ത് വെച്ച് നടന്ന ഒരു പുനഃസംഘടനയിൽ ഞാൻ വളരെ ശക്തമായി, അന്ന് ഞാൻ BDJS അല്ല SNDP യോഗത്തിൻ്റെ വക്താവായിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ്. ആളെ പിടിച്ച് എൻ്റെ സംസ്ഥാന ചെയർമാനാക്കി ഈ സൈബർ സേനയുടെ. അയാളും ഇപ്പോഴത്തെ SNDP യൂണിയൻ്റെ വൈസ് ചെയർമാൻ, അതായത് ഒരു ശാഖാ സെക്രട്ടറിയാണ്. ഇവർ രണ്ടുപേരോട് കൂടിയാണ് ഈ പൈസ മുഴുവൻ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു ഡീലായിട്ട് വേണമെങ്കിൽ അതിനെ കാണാം. ഇത് വേറെ ആരെങ്കിലും പറഞ്ഞില്ല, വ്യക്തമായ അറിവോടുകൂടി വ്യക്തമായ ധാരണയിലാണ് പറയുന്നത്. അപ്പം എന്താ ഒരു വീട്ടിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. അമ്മയും മകനും NDA എന്ന് പറഞ്ഞ് നടക്കുന്നു, അവർക്ക് വേണ്ടി പരസ്യമായി വന്ന് പ്രസംഗിക്കുന്നു, ഇപ്പുറത്തൂടെ കൊണ്ട് പൈസ കൊടുക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ മാണി സി കാപ്പനാണ് UDFന് മത്സരിക്കുന്നത്, ജോസ് കെ മാണി മത്സരിക്കുന്നു, ഷോൺ ജോർജ് മത്സരിക്കുന്നു. ഇവർക്ക് ആർക്കാണ് ഒരു സാധ്യതയുള്ളത്? അല്ല, ആദ്യം വളരെ മുന്നിലായിരുന്നു ഷോൺ ജോർജ്. ഇപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു ഫൈറ്റാണ്. ആർക്ക് വേണമെങ്കിലും വിജയിക്കാവുന്ന ഒരു തരത്തിലാണ് പാലായിൽ ഇപ്പോഴത്തെ. പിന്നെ ഇപ്പോഴത്തെ ഈ അവസാനത്തെ ഈ വെള്ളാപ്പള്ളി നടേശൻ സാർ ചെയ്ത ഈ പണം കൊടുത്തതുകൊണ്ട് വല്ലതും അതൊരു ഡീലാണല്ലോ. ഇപ്പോൾ LDFൻ്റെ കൂടെയാണല്ലോ ജോസ് കെ മാണി. അപ്പോൾ അങ്ങനെ ആകാം എന്നാണ് എൻ്റെ തോന്നുന്നത്. ഇപ്പോൾ ജോസ് കെ മാണിക്കാണ് അപ്പോൾ ജോസ് കെ മാണിക്ക് മേൽക്കൈ ഉണ്ട് എന്ന് പൂർണ്ണമായിട്ടല്ല പറയുന്നത്, എങ്കിലും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് പാലായിൽ. നല്ല ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കേരളത്തിൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ഡീല് നടക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇതിലെ ഇപ്പോൾ അങ്ങ് നേരത്തെ BDJSന്റെ ഒരു മുൻ സ്ഥാപകനാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു ഡീല് നടന്നിട്ടുണ്ടായിരുന്നു? സാർ, ഇപ്പോൾ 2015 BDJS പറഞ്ഞ പാർട്ടി കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശനാൽ സൃഷ്ടിക്കപ്പെടുന്നു. ഞങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ നടന്ന്
ഈ സംസ്ഥാനത്ത് ആകമാനം അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ യൂണിയനുകളിലും പ്രവർത്തക സമ്മേളനങ്ങളും അതിനുശേഷം സമത്വ മുന്നേറ്റ യാത്രയിൽ ബ്ലീഡിംഗ് ടോക്ക് നടത്തിയിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ 2016 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏറ്റുമാനൂർ കോൺസ്റ്റിറ്റ്യുവൻസി, അത് എൻ്റെ ശരിക്കും വീട് മാന്നാനമാണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏറ്റവും കൂടുതൽ ഈഴവ ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഏറ്റുമാനൂർ മണ്ഡലം. ഈഴവർ ഏറ്റവും കൂടുതൽ തിരുവാർപ്പ്, കുമരകം, അയ്മനം, ആർപ്പൂക്കര 4 പഞ്ചായത്തുകൾ, വില്ലേജുകൾ വളരെ ശക്തമായ ഈഴവ സാന്നിധ്യമുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ മാന്നാനം അതിരമ്പുഴ പഞ്ചായത്താണെങ്കിൽ തന്നെയും ഏതാണ്ട് 1200 വീടുകളുണ്ട് മാന്നാനം SNDP ശാഖയിൽ. ഞാനവിടെ 10 കൊല്ലം ശാഖയുടെ പ്രസിഡൻ്റായിരുന്നു. എനിക്ക് അവിടുത്തെ പൾസുകളെല്ലാം എനിക്ക് എല്ലാവരുമായിട്ട് പേഴ്സണൽ ബന്ധമുണ്ട്. അതായത് അന്ന് 2014 29,500 വോട്ട് ചേച്ചി തങ്കമ്മനോട് പിടിച്ചതാണ്. ആ 2014 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾ NDAക്ക് വേണ്ടി പ്രചാരണം നടത്തുകയും എല്ലാ സ്ഥലങ്ങളും പോയി പ്രസംഗിച്ച ആൾ ഞാൻ. 2021 വന്നപ്പോൾ BDJS അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അതൊരു ഡീലാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു ഡീലാണ്. കാരണം VN വാസവനെ അവിടെ ജയിപ്പിക്കണം. ഒരുപക്ഷെ കേരളത്തിലെ വോട്ടുകൾ പരിശോധിച്ച് NDAയുടെ അന്ന് ആ 2016 BDJSുമായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഐക്യം ഉണ്ടായതാണ് BJPക്ക് ഒരു സ്കോർ ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇറ്റ്സ് എ ട്രൂ ഫാക്ട്. പക്ഷെ ഇന്ന് BDJSൽ ആരുമില്ല. BDJSൽ ഇന്നൊരു ഓട്ടോറിക്ഷ കയറാനുള്ള ആളേ ഉള്ളൂ. ആ പാർട്ടി തീർന്നു പോയി. ഇന്ന് ഒരുപാട് BJP പ്രവർത്തകരെ സപ്ലൈ ചെയ്യാൻ സാധിച്ച ഒരു സപ്ലയറാണ് BDJS എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് എനിക്കറിയാവുന്ന ഒരുപാട് യൂണിയൻ സെക്രട്ടറി, SNDP യൂണിയൻ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് BJPയുടെ ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും അവിടെ ഇപ്പോൾ ഏറ്റുമാനൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ UDFൻ്റെ ഭാഗത്ത് നാട്ടു സുരേഷ് ഒരു ഈഴവ കാൻഡിഡേറ്റാണ്, വാസവൻ ഒരു ഈഴവ കാൻഡിഡേറ്റാണ്. NDAയുടെ സ്ഥാനാർത്ഥി ഇത്തവണ 2020 കൊടുത്തിരിക്കുന്നത് ആതിരാടി നായർ. അപ്പോൾ അവിടെയും ചില ധാരണകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയും ധാരണ ഉണ്ടാക്കും. കാരണം അത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. എനിക്കെന്ത് കിട്ടും, അതുകൊണ്ടാണ് 2020 കൊടുത്തത്. അതൊന്നും എനിക്കറിയത്തില്ല. 2020 ഞാൻ പറഞ്ഞതിൽ ഇത്രയും വോട്ട് കിട്ടിയ വേറൊരു മണ്ഡലം ആ ജില്ലയിൽ വേറെ ഇല്ല. അപ്പോൾ വൈക്കം നിന്നിരുന്നു, പൂഞ്ഞാറ് മത്സരിച്ചിരുന്നു, ഏറ്റുമാനൂർ മത്സരിച്ചിരുന്നു കഴിഞ്ഞ 2016. ഇത്തവണ പൂഞ്ഞാറും BJP എടുത്തു. പോട്ടെ, ഏറ്റുമാനൂർ BDJS സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ എന്തുകൊണ്ടും കേരളത്തിൽ ഇത് കിട്ടിയ വോട്ട് മാർജിൻ പരിശോധിച്ചാൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഏറ്റുമാനൂരാണ്. അപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് തന്നെ ഒരു ഡീലാണല്ലോ. അതെ, ഒരു ഡീലല്ലേ അത്? അതെ. പക്ഷെ എത്ര ഡീൽ ചെയ്താലും ഇത്തവണ വാസവൻ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത്രമാത്രം എതിരഭിപ്രായങ്ങൾ അദ്ദേഹത്തോടുണ്ട്. ഇപ്പം തന്നെ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പലതും പരിശോധിച്ചാൽ, ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന 32 വർഷമായി ഞാൻ അവിടെ വക്കീലൂടെ ചെയ്യുന്നയാളാണ് ഏറ്റുമാനൂർ. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഏറ്റുമാനൂർ കോടതിയിൽ ഞങ്ങൾക്ക് മജിസ്ട്രേറ്റ് കോടതിയും മുനിസിപ്പൽ കോടതിയും ജില്ലാ ഫാമിലി കോടതിയാണ്. അത് 4-5 വർഷം മാണിസാറുള്ളപ്പോൾ അത് ഫാമിലി കോടതി ബൈഫർക്കേറ്റ് ചെയ്ത് പകുതിയും കൊണ്ട് മാണിസാറ് പോയി. കാഞ്ഞിരപ്പള്ളിയും മീനച്ചി താലൂക്കും അങ്ങോട്ട് പോയി. പിന്നെ ആകപ്പാടെ ഉള്ളത് ഈ മജിസ്ട്രേറ്റ് കോടതിക്കായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ കേസ് ഉണ്ടായിരുന്നത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനായിരുന്നു. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ക്രൈമുള്ള കേസുള്ള സ്റ്റേഷനാണ്. ആ സ്റ്റേഷൻ മുഴുവത്തോടെ എടുത്തുകൊണ്ട് കോട്ടയത്തിന് പോയി. അപ്പോൾ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തെ പ്രതികരിക്കുന്ന MLAക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം, അതായത് ഏറ്റുമാനൂരിൽ നിന്ന് 2 കിലോമീറ്റർ താഴോട്ട് വന്ന് അവിടെ മുതലുള്ള സ്ഥലം മുഴുവൻ കോട്ടയം കോടതി പോകണം ഇപ്പോൾ ആളുകൾ. അപ്പം അതൊരു പിടിപ്പുകേടാണ്, ഒരു കഴിവുകേടായിട്ട്. ഇപ്പം മാന്നാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അവിടെ ഒരു പാലമുണ്ട്. നീണ്ടൂർ പഞ്ചായത്തിനെയും അതിരമ്പുഴ പഞ്ചായത്തിനെയും ലിങ്ക് ചെയ്യുന്നൊരു പാലമുണ്ട്. അത് ശ്രീധന്യ കൺസ്ട്രക്ഷൻ ആയിരുന്നു അതിൻ്റെ ആ റോഡും പാലവും ഒക്കെ ശരിയാക്കി. അതവിടെ കുറേയൊക്കെ തൂണൊക്കെ വാർത്ത് വെച്ചിട്ട് ഇപ്പം അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് എന്നാ ഒരു ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പോകും. അപ്പം ഇങ്ങനെ റിവേഴ്സ് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ ഒരു കോൺട്രാക്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യിപ്പിക്കാതിരിക്കുന്ന ഒരു തന്ത്രമാണ്. ഇപ്പം കൊമരകത്തൊരു പാലം പണിയുണ്ട്, 6-7 കൊല്ലം കൊണ്ട് അത് ഒക്കെ തീർത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കൃത്യസമയത്ത് വർക്കുകൾ തീർക്കാതെ വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ ഏറ്റുമാനൂർ നിയമമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ചുറ്റളവ് ഒരുപാട് പുതിയ ബാറുകൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയപ്പെടുന്നത് വാസവൻ സാറിനകത്ത് ഷെയർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മളതിന് ഷെയറോ ബാറുകളും വികസനത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ, ആയിരിക്കാമല്ലോ. അങ്ങനെ മദ്യം നിരോധിക്കുമെന്നും അല്ല, മദ്യവർജനം പണ്ട് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ 2021 ഇലക്ഷനിൽ KPSC ലളിതയെ കൊണ്ടും ഇന്നസെന്റിനെ കൊണ്ടും കൊടുത്ത പരസ്യങ്ങൾ ഇന്ന് എന്തുവാണിത്? മദ്യനിരോധനം വേണമെന്ന് പറയുന്നത്, പക്ഷെ മദ്യവർജനം അല്ല, അതിന് വേണ്ട
ഒരു സ്റ്റഡി ക്ലാസ്സുകൾ ചെറുതിലേ നമ്മൾ കൊടുത്ത് അതിനെ ഒഴിവാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഇത് അതല്ലല്ലോ. ഇപ്പം ബാറിന്റെ അടയ്ക്കുന്ന സമയം വരെ നീട്ടി കൊടുത്തില്ലേ? അല്ല, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഒരു ബാർ നടത്തി കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ബാറിനകത്ത് ഷെയർ ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? അല്ല, അവർ നടത്തിക്കോട്ടെ, നമുക്കതിന് വിരോധമൊന്നുമില്ല. അവരിപ്പം ഓരോരുത്തർക്ക് ഇപ്പം ഇന്ന് ഏറ്റവും വലിയ സമ്പന്നര് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. അതെ, നമ്മൾ ആലോചിച്ച് നോക്കി, അവർ നടക്കുന്ന വാഹനങ്ങൾ, അവരുപയോഗിക്കുന്ന ഡ്രസ്സുകൾ, വാസം ചേട്ടനൊക്കെ ഇടുന്ന ഷർട്ടും മുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും അതുപോലത്തെ ഷർട്ടും മുണ്ടൊന്നും മേടിക്കാൻ പറ്റത്തില്ല. അത് 1, 2, 3 ഒക്കെ മാറും എന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. സർക്കാരിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. സർക്കാരിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ബാറ് എന്ന് പറയുന്നത്. സാർ, ഈ കഴിഞ്ഞ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ കേരളത്തിൽ നമ്മൾ സാധാരണ ജനങ്ങളൊന്ന് മനസ്സിലാക്കുക, ഓരോ സാധനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനം ഒരു കാലത്തും ഉണ്ടാകാത്തതാണ്. വേണ്ടല്ലോ, ഭൂമിക്ക് കര അടയ്ക്കാൻ നിങ്ങൾ പോവുക. എനിക്ക് കുറേ ഭൂമിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ കര അടയ്ക്കേണ്ട ആവശ്യമുണ്ട്, ഓടി അവിടെ കരടയ്ക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം അടച്ച ആണെന്നോർത്തുള്ള ആ പൈസ എൻ്റെ കയ്യിൽ, എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. അവിടുത്തെ നേരെ ഡബിളായി. ബിൽഡിംഗ് ടാക്സ് വർദ്ധിപ്പിച്ചു. വേണ്ടല്ലോ, നിസ്സാരം. ഞാനൊരു വക്കീലായതെന്ന് പറയാം, 2 രൂപയുടെ സ്റ്റാമ്പ് ഇട്ടിച്ചാൽ മതിയായിരുന്നു ഒരു പ്രതി വന്നില്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ കൊടുക്കാൻ. ഇപ്പം അത് 20 രൂപ ഒട്ടിക്കും. 20 രൂപ, 2ന്റെ സ്ഥാനത്ത് 20 ആക്കി. 5 രൂപയുടെ സ്റ്റാൻഡ് 50 ആക്കി. 50, 250, ഇങ്ങനെ ആ ഒരു തരത്തിലേക്ക് ഇതിൻ്റെ വലിയ ക്രമാതീതമായ വർധനവ് എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. അതായത് പിന്നെ ഇതിനകത്ത് ഒരു അധാർമികത എന്ന് പറഞ്ഞൊന്നുമില്ല സാറേ. ഇപ്പം ഞാൻ വ്യക്തിപരമല്ല ഈ പറയുന്നത്. പിണറായി സർക്കാർ വന്നതിന് ശേഷം 2016 ഓൺവേർഡ്സ് നിങ്ങളൊരു പരിശോധന നടത്തിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യാജമായ കേസുകളും വ്യാജമായ പ്രചാരണങ്ങളും കള്ളത്തരങ്ങളും ഉണ്ടായിട്ടൊരു കാലഘട്ടം. ഇതിന് മൊറാലിറ്റി ഇല്ലിപ്പോൾ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഒരു ബസ്സിൽ കയറി യാത്ര നടത്തിയല്ലോ, നവകേരള സദസ്സ്, ഇങ്ങനെ ലിഫ്റ്റൊക്കെ വെച്ച് ബസ്സൊക്കെ. അപ്പം അന്ന് അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി വന്ന പിള്ളേരെ പൂച്ചട്ടി കൊണ്ടും കരിങ്കലിനൊക്കെ ഇടിച്ച് പരിശോധന. അതിന് രക്ഷാപ്രവർത്തനം എന്ന് മുഖത്ത് നോക്കി പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ്. ഒരു രാജാവ് എപ്പോഴും ധർമ്മിഷ്ഠനായിരിക്കണം. ഇപ്പം നമ്മുടെ ചിത്ര തിരുനാൾ മഹാരാജാവോ മാർത്താണ്ഡവർമ്മയോ അങ്ങനെ പറയുമോ തൻ്റെ പ്രജയെ തല്ലിക്കൊല്ലെന്ന് കണ്ടു കഴിഞ്ഞിട്ട് അത് രക്ഷിക്കലാന്ന് അല്ല, പക്ഷെ ആ തരത്തിലേക്ക് കേരളത്തിലെ സമൂഹത്തെ മാറ്റിയെടുത്തു. എന്തും പറയാം, എന്തും ചെയ്യാം, ഒരു മൂല്യങ്ങളും ഇല്ലാത്ത തരത്തിലേക്ക് പോയില്ലേ സാർ? നമ്മളത് ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പം എന്തായാലും ഒരു മാറ്റം കേരളത്തിൽ ആവശ്യമാണ്. ഇപ്പം തന്നെ LDF അല്ലാതെ മറ്റാരുണ്ട് ഇവിടെ? ആ ചോദ്യത്തിൽ പോലും ഒരു അഹങ്കാരത്തിൻ്റെ കളറില്ലേ? അതെ, മറ്റാരുണ്ട് ഇവിടെ? ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ഒരു ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഫോർ ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ അല്ലേ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ സംവിധാനം. അതിനല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങളുടെ തന്നെ മാധ്യമപ്രവർത്തനം മറുനാടൻ സാധനയൊക്കെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വീട്ടിൽ കയറി പിടിച്ചോണ്ട് പോവുക, അല്ല ഓർക്കുന്നില്ല, ഷർട്ട് പോലും ഇടിക്കാതെ. അതൊക്കെ ഒരു കേരള സമൂഹം ഭയത്തോടു കൂടിയല്ലേ എന്നെ കാണുന്നത്. അപ്പം തന്നെ എൻ്റെ പേരിൽ ഞാൻ നിസ്സാരമാണ്, ഞാൻ ഈ പ്രാക്ടീസ് ചെയ്തൊരു വക്കീലാണ്. എൻ്റെ പേരിൽ കള്ളക്കേസ് എത്ര എടുക്കുന്നത് അറിയോ? ഞാൻ ചലഞ്ച് ചെയ്യുന്നവനാണ്, എനിക്കൊരു പേടിയില്ല. ഞാനിത് കണ്ടൊന്നും ഭയപ്പെട്ടു പോകുന്ന ആളുമല്ല. ഈ സർക്കാരിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണോ? 2016 BDJS എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് സമത്വ മുന്നേറ്റ യാത്ര നടത്തി. ആ സമത്വ മുന്നേറ്റ യാത്ര ലീഡിംഗ് ടോക്ക് ഞാൻ നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇത് പറഞ്ഞുതരാം. ഇവിടെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത് LDF സർക്കാരാണ് അല്ലേ? ആ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിന് മുന്നമായി കേരളത്തിൽ വിളിച്ച മുദ്രാവാക്യം എന്താണ്? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. പൈങ്കിളി ആരാണ്? ഈ രാജ്യത്തെ പിന്നോക്ക ദളിത് വിഭാഗങ്ങളാണ്. ഈഴവൻ, പുലയൻ, പറയൻ, അല്ലെങ്കിൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഈ പൈങ്കിളികൾ എന്ന് പറയുന്നത് അല്ലേ? അവരാണ് കട്ട കുത്തുകയും കഴിമതിക്കുകയും ഞാറ് നടുകയും ചക്രം ചവിട്ടുകയും വിതയ്ക്കുകയും ഒക്കെ ചെയ്തവരാണ്. ആണോ? ആ പൈങ്കിളി എന്ന് പറയുന്ന സാധാരണക്കാരനെ കൊണ്ട് വിളിപ്പിച്ച മുദ്രാവാക്യമാണ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. പൈങ്കിളി വിചാരിച്ചു ഈ കാണുന്ന ഭൂമിയല്ലേ എനിക്ക് കിട്ടും. നിങ്ങളുടെ വീട്ടിൽ ആധാരം എടുപ്പുണ്ടെങ്കിൽ ആധാരം പോയി ഒന്ന് എടുത്ത് നോക്കണം. അതിൻ്റെ ഏറ്റവും അവസാനം ഡിസ്ക്രിപ്ഷനകത്ത് എഴുതിയിട്ടുണ്ട് ഏത് ജില്ല, താലൂക്ക്, ഫർക്ക, ഇനം, സർവേ നമ്പർ, റിസർവ്. ഇനം എന്ന് പറയുമ്പോൾ ഏതാണ്? പണ്ടാരവകപ്പാട്ടം. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ ജന്മിയുടേതാണ്. ജന്മി ആരാണ്? ബ്രാഹ്മണൻ. ബ്രാഹ്മണന്റെ ഭൂമിയിൽ ബ്രാഹ്മണൻ തൂമ്പ എടുത്ത് കളക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മണന് ചുമ്മാ കിട്ടിയത്, കരവഴിവായിട്ട് കിട്ടിയത് രാജാവ് എഴുതി കൊടുത്തതായിരിക്കും. അല്ല, വിലക്ക് മേടിച്ചതല്ലത്, കരവഴിവായി കൊടുത്തതാണ്. അപ്പൊ ഈ ഭൂമിയിൽ, ജന്മിയുടെ ഭൂമിയിൽ കൃഷി ചെയ്തത് ആരാണ്?
സാധാരണപ്പെട്ട സാധാരണക്കാരൻ പണിക്കാരൻ പൈങ്കിളി പണിയെടുത്തു. പക്ഷെ സാധാരണക്കാരനായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ പോയി നിങ്ങളുടെ ഭൂമി എനിക്ക് തരാമോ എന്ന് ചോദിക്കാൻ അവൻ്റെ വീട്ടിൽ പോലും കയറ്റത്തില്ല, വഴിയെ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഈ രാജ്യത്തെ ക്രിസ്തീയ സഹോദരന്മാരും മുസ്ലിങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇത് പാട്ടത്തിനെടുത്തു. അതാണ് പണ്ടാരവക പാട്ടം. അപ്പോൾ ഈ ജന്മിയുടെ ഭൂമി പാട്ടത്തിനെടുത്തു. പാട്ടക്കാരൻ്റെ കൃഷിക്കാരായിട്ടാണ്, പണിക്കാരായിട്ടാണ് പൈങ്കിളി പണിയെടുത്തത്. ശരിയല്ലേ? ആ പൈങ്കിളിയെ കൊണ്ടാണ് വിളിപ്പിച്ചത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി. ഭൂപരിഷ്കരണ നിയമം നടപ്പിലായി കഴിഞ്ഞപ്പോൾ ആരാണ് കർഷകൻ എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായി. കർഷകൻ കൈവശക്കാരനാണെന്നാണ് വന്നത്. പൈങ്കിളിക്ക് കിട്ടിയില്ല. പൈങ്കിളിക്ക് കിട്ടി, കുടിയടപ്പ് കിട്ടി 10 സെന്റ്. വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ട് വല്ല കാര്യമാണ്. പിന്നെ ഒന്ന് കിട്ടി, ലക്ഷം വീട് കോളനി, രാജീവ് ഗാന്ധി കോളനി, ഭൂരഹിത കോളനി, അംബേദ്കർ കോളനി, ഇങ്ങനെ കുറേ കോളനികളെ സൃഷ്ടിച്ചു കേരളത്തിൽ. ഇപ്പം മുണ്ടക്കയത്ത് അങ്ങോട്ട് മാറി കൂട്ടിക്കൽ, കൊയിനാട്, വെള്ളാനി, കുപ്പക്കയം, പീരുമേട്ടിലേക്ക് പോയാൽ കുറേ ഏരിയ, ഇവിടെ എല്ലാം നമുക്ക് ഒരുപാട് തോട്ടങ്ങളിൽ ലയങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഈ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നത് ആരാ? ഈ ലക്ഷം വീട് കോളനികളിൽ ലയങ്ങളിൽ താമസിക്കുന്നത് ആരാ? പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയാണ്, പിന്നോക്ക ദളിത് വിഭാഗങ്ങളാണ്. ഏതെങ്കിലും നായരോ നമ്പൂതിരിയോ ഇല്ല, ബ്രാഹ്മണനോ ഒരാളെ കാണിക്കാൻ പറ്റത്തില്ല. എല്ലാ ഈഴവനും പുലയനും ആശാരി മൂശാരി കാക്കാലന്മാര് ഇങ്ങനെയുള്ള സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഐ എം ടെല്ലിംഗ് ഫ്രം മൈ എക്സ്പീരിയൻസ് ബിക്കോസ് ഐ ഹാവ് സ്റ്റഡി അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഇത് പഠിച്ചിട്ടാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇമ്മോറൽ ട്രാഫിക് ഉണ്ടാകുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ക്രൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പറഞ്ഞു, നിങ്ങൾ പത്രക്കാർ പഠിക്കുകയെ. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷം വീട് കോളനി ഇത്രയും ജനാധിപത്യ സംവിധാനത്തിൽ ഒരു MA-കാരനെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് കടന്നു വരുന്നുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. വളരെ 1% പോലും കാണത്തില്ല. ഇന്നും ഞാൻ പല കോളനികളും കണ്ടിട്ടുണ്ട്. ഇന്നും മദ്യപിച്ച്, ഇതന്നെ ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ കഞ്ചാവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെഡേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്ന അത് കാരണം അത് ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഓപ്പറേഷനാണ്. ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതും അവിടുത്തെ പാർട്ടികളായിരിക്കും. അതാ എന്താണിത്? അവരുടെ ലക്ഷ്യം എന്താണ്? ഒരു കാലത്ത് ഇവരുടെ തലയിൽ വെളിച്ചം ഉണ്ടാവരുത്, ഇവന് വിദ്യാഭ്യാസം ഉണ്ടാവരുത്, ഇവന് വിവരം ഉണ്ടാകരുത്, ഇവൻ നശിച്ചു പോകണം. ഇത് ഞാൻ കേരളം മുഴുവൻ 2015 പറഞ്ഞു നടന്ന ആളാണ്. അപ്പം BDJS പോലൊരു പാർട്ടി, ഒരു പുതിയ പാർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ വി വിൽ കൺട്രോൾ ദിസ് സ്റ്റേറ്റ് ആൻഡ് വി വിൽ റൂൾ ദിസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. വി ആർ ഗോയിങ് ടു കൺട്രോൾ ദിസ് സ്റ്റേറ്റ്. സോ അങ്ങനെ വന്നാൽ 2ാം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്ന എൻ്റെ നാവ് കൊണ്ട് കേരളത്തിലെ സമൂഹത്തോട് പലതവണയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കാണ് വെള്ളാപ്പള്ളി നടേശനും ഭാര്യയും കൂടെ ഹെലികോപ്റ്ററിൽ കയറിയാണെന്ന് NDAക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നടന്നത്. അല്ലാതെ കാറിലല്ല നടന്നത്, ഹെലികോപ്റ്റർ BJP കൊടുത്ത് ഹെലികോപ്റ്ററിൽ കയറി നടന്ന് വോട്ട് പിടിച്ച് പൊൻകുടം പൊട്ടി, താമര വാടി. അപ്പോഴേ വെള്ളാപ്പള്ളി നടേശൻ സാർ പോയി പിണറായി വിജയൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് കണ്ടിട്ടുണ്ട്. ഒരു പത്രത്തിൽ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു സറണ്ടറായി. അദ്ദേഹം പിന്നെ നവോത്ഥാന നായകനായി മാറുകയാണ് പെട്ടെന്ന്. അപ്പം അതിന് തൊട്ടു മുന്നം, ഗവൺമെൻറ് വരുന്നതിന് മുന്നേ അവിടെ ശബരിമല സംരക്ഷണ ജാഥ തുഷാർ വെള്ളാപ്പള്ളി PS ശ്രീധരൻപിള്ളയും കൂടെ നടത്തി. അതിനകത്തും പ്രാസിംഗം ഞാനായിരുന്നു. അങ്ങനെ ശിവഗിരി തീർത്ഥാടനം എന്ന് ഗുരു കൽപ്പിച്ചിരിക്കുന്നത് യൂറോപ്യന്മാരുടെ ആണ്ടുപിറവയ്ക്കാണ് ശിവഗിരി തീർത്ഥാടനം. ആ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അതേ ദിവസം ഗുരു കൽപ്പിച്ച യൂറോപ്യന്മാരുടെ ആണ്ടുപിറവി ജനുവരി മാസം 1-ാം തീയതി ശിവഗിരി തീർത്ഥാടനം നടത്തേണ്ട ആ ദിവസം വെള്ളാപ്പള്ളി നടേശൻ മതിൽ കെട്ടാൻ പോയി, വനിതാ മതിൽ, നവോത്ഥാനത്തിൻ്റെ. ഞാൻ അന്ന് മുതൽ അതിനൊക്കെ ശക്തമായി എതിർത്തയാളാണ്. കാരണം നമ്മളൊരാളൊരു നിലപാട് പറഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ച് നിൽക്കാൻ കഴിയണം. അങ്ങനെ ഗവൺമെൻറ് മാറി 2016 മാറി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഞാനായിരുന്നു. എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. എന്നെ ഒരു വെള്ളാപ്പള്ളിയും സംരക്ഷിച്ചില്ല. അത് കഴിഞ്ഞ് എന്നെ 12 കേസുകൾ എൻ്റെ പേരിലെടുത്തു. ഞാൻ എല്ലാ ദിവസവും ജില്ലാ കോടതി ഉൾപ്പെടെ പോയി പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. ഞാൻ ഒളിവിൽ പോയെന്ന് പറഞ്ഞ് സമൻസ് വരുമ്പോഴാണ് എന്നെ ഒളിവിലിട്ട് ചാർജ് കൊടുക്കാൻ തുടങ്ങി. എന്നെ 2-3 കേസിൽ പാലാ മജിസ്ട്രേറ്റ് ഡിസ്ചാർജ് ചെയ്തു. നോ ഒഫൻസ് ഈസ് മെയ്ഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ പെറ്റീഷൻ. എനിക്കെതിരായിട്ട് യാതൊരു ഒഫൻസും മെയ്ഡ് ഔട്ട് ആയിട്ടുള്ള ഡിസ്ചാർജ് ചെയ്തു, വിസ്താരം പോലും ഇല്ലാതെ. ഈരാറ്റുപേട്ട കോടതി എന്നെ ഒരെണ്ണത്തിനകത്ത് വെറുതെ വിട്ടു. ഈ കഴിഞ്ഞ ദിവസം ഒരു കേസ്, വേറൊരു കേസ് വിസ്തരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ത് കേസെന്ന് ചോദിച്ചതേ ഉള്ളൂ. ആ കേസ് TP കൊടുത്തുകൊണ്ട് ജില്ലാ കോടതി ഇന്നലെ എൻ്റെ ഓർഡേഴ്സിൽ ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. TP കേസ് അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പിണറായിസത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് പിണറായിസം എന്ന് പറയും. അപ്പോൾ ഈ വാസവൻ ചേട്ടൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യും. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്നോട് ഈ പണി ചെയ്തെന്ന് ചോദിച്ചു. ഞാനത് ചേട്ടനുമായിട്ട് ഇത്ര അടുപ്പമുള്ള ആളല്ല. ചേട്ടാ ഈ കള്ളക്കേസ് എടുത്ത് നമ്മളെ പിടി, അതൊരു സ്വകാര്യ അന്യായം ഒരു വ്യക്തി കൊണ്ട് കൊടുത്തിട്ട് പോലീസിലേക്ക് അയപ്പിച്ച് രജിസ്റ്റർ ചെയ്തൊരു ക്രൈമാണ്. ആ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ആണുങ്ങൾ CI മാർ.
ക്വാളിറ്റിയുള്ള പോലീസ് ഓഫീസർമാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇത് പ്രൈമറി കേസ് നിൽക്കില്ല എന്നുള്ളത് റഫർ എഴുതി കളയാൻ വേണ്ടി ഫാക്ച്വൽ റിപ്പോർട്ട് കൊടുത്തപ്പം ആ ഫാക്ച്വൽ റിപ്പോർട്ട് കണ്ടിട്ട് എൻ്റെ പേര് കണ്ടിട്ട് BG വിനോദ് കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു AIG ഉണ്ട്, പറയോ പത്തനംതിട്ട SP ആയിരുന്നു. ഈ വനിതാ SIമാർക്ക് അശ്ലീല സന്ദേശം അയക്കുന്ന ഒരു വിദ്വാനുണ്ടല്ലോ, ഇവനെ ഞാൻ ഒന്നിച്ച് പഠിച്ചതാ ഡിഗ്രിക്ക്. ഒരേ കാലഘട്ടത്തിൽ 85-82 ഞങ്ങളുടെ ഡിഗ്രി ഞാൻ ഒന്നിച്ച് പഠിച്ചത്. ഞാൻ എക്കണോമിക്സ് ആയാലും ജിയോളജി ആയിരുന്നു. യവൻ എൻ്റെ പേര് കഴിഞ്ഞിട്ട് വാസൻ ചേട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടാണ് എന്നെ കൊടുക്കുന്നത്. അതാണ് ഇവൻ തന്നെ 3-ാം പക്കം വന്ന് പാലാ DVSP ആവുന്നു. എനിക്ക് 41A CRPC നോട്ടീസ് തരുന്നു. 41A CRPC നിങ്ങൾ ഗോ ത്രൂ ദി ബുക്ക്. 41A CRPC പറയുന്നത് പേഴ്സൺ ഹു കംപ്ലൈസ് വിത്ത് നോട്ടീസ് ഹി ഷാൽ നോട്ട് ബി അറസ്റ്റഡ്. അറസ്റ്റ് ചെയ്യാൻ പാടില്ല. നോട്ടീസ് കിട്ടിയപ്പോൾ ഞാൻ നേരിട്ട് ഹാജരായി ചെന്നയാളാണ്. റഫർ എഴുതി കളഞ്ഞ കേസാണ് കുത്തിപ്പൊക്കി. ഞാൻ 2,86,00,000 രൂപ കട്ടോണ്ട് പോയത്. പുതിയ കള്ളക്കേസുണ്ടാക്കി. അതിൻ്റെ വിചാരണ പൂർത്തിയായി പാലാ കോടതിയിൽ. സ്പെഷ്യൽ ഓർഡർ ഹൈക്കോടതി കൊടുത്തിട്ട് വിചാരണ പൂർത്തി. അതിന് പിണറായി വിജയൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെച്ചു. ഏതാ അവിടെ SNDPക്കാർ തലമേടിച്ച കേസിന്റെ കാര്യമായി പറയുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെച്ച് നമ്മുടെ ഖജനാവിൽ നമ്മൾ നികുതി കിടക്കുന്ന ഈ രാജ്യത്ത് ജനങ്ങൾ അരിയും തുണിയും മുളകും വാച്ചും ഷർട്ടും വാങ്ങുമ്പോൾ കൊടുക്കുന്ന നികുതിപ്പണത്തിൽ നിന്നെടുത്താണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് ഇത് കൊടുത്തത്. പറഞ്ഞു മനസ്സിലായോ? ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വിചാരണ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ ഡിഫൻസ് തെളിവിന് വേണ്ടി വെച്ചു. പ്രതിഭാഗം എൻ്റെ തെളിവിന് വേണ്ടി. എൻ്റെ സാക്ഷികൾ ആരൊക്കെയാ? കറുപ്പസ്വാമി IPS, AG ലാൽ പഴയ ക്രൈംബ്രാഞ്ച് SP, ഇവരൊക്കെ എൻ്റെ സാക്ഷികൾ. കാരണം വെച്ചാൽ അവര് എന്നെ അറസ്റ്റ് ചെയ്ത വിഷയങ്ങളും ഈ കേസിനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് ഇത് കള്ളക്കേസാണെന്നും ഇത് യാതൊരു തെളിവുമില്ലാത്തതാണെന്നും ഇത് മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ ചെയ്താണെന്നും അവർ സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുത്തു. നോ ആക്ഷൻ ഹാസ് ബീൻ ടേക്കൻ ബൈ ശ്രീ പിണറായി വിജയൻ. ഒരു പ്രാക്ടീസിങ് ലോയറോടാണ് ചെയ്തത്. പക്ഷേ ഗോഡ് സീസ് ദി ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. 2016 ഓൺവേർഡ്സ് ഐ എം സഫറിങ് സംതിങ്. അപ്പം ഈ വിചാരണ തീർന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതിനകത്ത് എഴുതി പിടിപ്പിച്ചാണെന്നറിയോ? കുന്നത്തുപുറമിൽ നിന്ന് ഇരുട്ടുകൂത്തി ഒരു കളിവെള്ളമുണ്ട്. എൻ്റെ ഫാദറിൻ്റെ കാലത്തുള്ളതാണ്. 1987 അന്നത്തെ മന്ത്രി സ്പോർട്സ് മിനിസ്റ്റർ നീലലോഹിദാസ് നാടാരി വന്ന് ഉദ്ഘാടനം ചെയ്ത നീറ്റിലിറക്കിയ വെള്ളമാണ്. അന്ന് പൊടിവാര ഔസേപ്പച്ചൻ എൻ്റെ പ്രിയങ്കരനായ MLA ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ MLA കൂടെ താമസിച്ച LLBക്ക് പഠിക്കുന്നത്. അപ്പം ആ കളിവെള്ളം ഞാൻ 2012 സ്ഥലം SNDPക്ക് സ്ഥലം മേടിച്ചപ്പോൾ കട്ടെടുത്ത് മേടിച്ചതാണെന്ന് പറയുന്നത്. എൻ്റെ ഏറ്റുമായിരിക്കുന്ന വക്കീലാഫീസ് ഞാൻ 2004 വിലക്ക് മേടിച്ചതാണ് എൻ്റെ ഓഫീസും സംഭവം. ഞാൻ 2005 പാലാ യൂണിയൻ്റെ ഭാരവാഹിയാണ്. 2012 ഈ സ്ഥലം മേടിക്കുന്നത്. ആ സ്ഥലം ഞാൻ ഇതിൽ നിന്ന് കട്ടെടുത്തതെന്ന് പറയുന്നത്. ഞാൻ കാറ് മേടിച്ചെന്നാണ് പറയുന്നത്. ഈ VG വിനോദ് കുമാർ ഉണ്ടാക്കിയ സ്റ്റോറിയാണ്. ഇതുപോലെ എവിടെയെങ്കിലും നിൽക്കുമോ? അപ്പോൾ എന്ത് ചെയ്തു? ഡിഫൻസ് എവിഡൻസ് കൂടെ കഴിയുമ്പോൾ ഇത് മറുകുറ്റിയാവും അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? മജിസ്ട്രേറ്റിനെതിരെ പരാതി അയപ്പിച്ചവന്മാരാണ്. മജിസ്ട്രേറ്റിന് പാലാ മജിസ്ട്രേറ്റിനെതിരെ വിജിലൻസിന് പരാതി അയച്ചു. മജിസ്ട്രേറ്റ് പക്ഷപാതമായിരുന്നു, അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞു. മജിസ്ട്രേറ്റന്മാർ പരാതി കേൾക്കത്തില്ല. അവരപ്പം തന്നെ എഴുതി CJM എഴുതി കേസ് ട്രാൻസ്ഫർ ചെയ്തു. ആ കേസ് നേരെ ഏറ്റുമാർക്ക് ട്രാൻസ്ഫർ. അപ്പോൾ ഏറ്റുമാൻ മജിസ്ട്രേറ്റ് പറഞ്ഞു KM സന്തോഷ് കുമാർ ഇസ് എ മെമ്പർ ഓഫ് ദിസ് ബാർ, സോ ഐ കനോട്ട് കണ്ടക്ട് ദ ട്രയൽ. അവർ വീണ്ടും എഴുതി. അത് വൈക്കത്ത് പോയി വിചാരണ മുഴുവൻ തീർന്നു. വെള്ളാപ്പുലഡാസിനെ വിസ്തരിക്കണമെന്നായി. പിന്നെ ഏതാ പ്രോസിക്യൂഷൻ ഇല്ലാത്ത ഒരു കേസുമായിട്ട് പ്രോസിക്യൂട്ടർ വന്നിരിക്കുക. അപ്പം 311 പെറ്റീഷൻ ഇട്ടു. അത് സാക്ഷിയെ വിസ്തരിക്കാൻ മജിസ്ട്രേറ്റ് ഡിസ്മിസ് ചെയ്തു. 91 CRPC പെറ്റീഷനുമായിട്ട് വന്നു. കുറേ ഡോക്യുമെന്റ്സ് ഹാജരാക്കണം. അതും മജിസ്ട്രേറ്റ് തള്ളി. അതിനെതിരെ ഹൈക്കോടതി കൊണ്ട് ക്രിമിനൽ MC കൊടുത്തു. MC കൊടുത്തപ്പോൾ ഞാൻ ഒബ്ജക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് ഒബ്ജക്ഷൻ ഇല്ല, വന്നത് തീർന്നാൽ മതി. ഇപ്പം 2021 വൈക്കത്ത് പോയി നമ്പരിട്ട കേസ് അത് CC 926/21. ഇത് വർഷം 26 ആർക്ക് നീതി കിട്ടും? എവിടെ നീതി കിട്ടും? ഒരു പ്രാക്ടീസിങ് ലോയറായ ഞാൻ സമൻസ് വരുമ്പോഴാണ് കേസ് പ്രതിയാണെന്നറിയുന്നത്. ഇത് പിണറായി വിജയനെ കൊണ്ട് മാത്രമേ കഴിയൂ. അല്ല, എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ വാസവന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വാസവൻ അന്ന് പണിതു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇത്തവണ വാസവന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? വളരെ ദയനീയമായിരിക്കും. എന്തുകൊണ്ടാലും എൻ്റെ 100% വിശ്വാസവും ശ്രീ നാട്ടവ് സുരേഷ് വിജയിക്കൂടെ. കാരണം അത് ജനങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. കാരണം ഒരിക്കലും അതിന് ഇങ്ങനെയുള്ള ആളുകളിൽ വരാൻ പാടില്ല. എല്ലാവരും ഒരു മൊറാലിറ്റി എന്ന് പറയുന്നില്ലേ, സത്യസന്ധതയില്ലേ. പുള്ളി എത്ര വലിയ സമ്പന്നനായിപ്പോയി. പുള്ളിയുടെ പഴയകാലമൊക്കെ അറിയാമല്ലോ. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനം റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം BJP LDF ഡീലുണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ വികാരം. അടുത്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ആകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് യാതൊരു, കാരണം അദ്ദേഹത്തിന് ഒരുപാട് നിലപാടുകളുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഹോണർ ചെയ്യുന്നതാണ്. ഇന്ന് വരെ ഒരു സമുദായ നേതാക്കന്മാരുടെ അടുത്ത് പോയി കാല് പിടിക്കാത്ത, എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്.
അതിൽ ഒരുപാട് വായിക്കുകയും ഒരുപാട് അറിവ്, അതായത് പല ഇൻട്രവ്യൂ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നാളത്തെക്കുറിച്ചുള്ള വിഷനാണ് വി ഡി സതീശൻ്റെ പ്രത്യേകത. നാളെ എങ്ങനെ ഇത് കൊണ്ടുപോകാം, ഇവിടുത്തെ ഇക്കോണോമിക് സിറ്റുവേഷൻ, ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിഷൻസ് ഞാൻ പല ഇൻ്റർവ്യൂവിലും കാണുകയുണ്ട്. അതൊരു ഭരണാധികാരിക്ക് അനിവാര്യമാണ്. അവിടെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഈ കേരളത്തിൽ കുറേ സത്യസന്ധമായിരിക്കണം. ഇവിടെ സത്യസന്ധത ഇല്ല. ആ വാക്കിന് അർത്ഥം പോലും അറിയത്തില്ലാത്തവരാണ് ഇവരൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ വരട്ടെ. ഇനിയിപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ഇങ്ങാൻ കഷ്ടകാലത്തിന് LDFന് വല്ല ഭരണം കിട്ടിയപ്പോൾ എന്നെ കൊല്ലുകാരിയും ചിലപ്പോൾ. അപ്പം അത് എന്താണെങ്കിലും ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. എന്ത് ജനാധിപത്യം സാറേ? ഇവിടെ ജനാധിപത്യമൊന്നുമില്ല. ഇവിടെ ഒന്നും ഇക്വാലിറ്റി ഇല്ല, ഇക്വിലിബ്രിയവും ഇല്ല. ഇവിടെ ഒന്നും സമത്വമായിട്ടല്ല പോകുന്ന കാര്യങ്ങൾ. ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. കയ്യൂക്കുള്ളവൻ കയ്യൂക്ക് കാണിക്കുന്നവൻ മിടുക്കനാണോ, അവൻ എന്തും നേടാം. അതല്ലേ ഇവിടെ നടക്കുന്നത്.